കാസർഗോഡുള്ള അബ്ദുൽ ഗഫൂർ ഹാജി എന്നുള്ള ഒരു സമ്പന്നനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് 596 പവനൊക്കെ അടിച്ചു മാറ്റി ഒരു ജിന്നുമ്മയുടെ ഒരു സംഭവം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. മാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ നിറഞ്ഞൊരു സംഭവമാണ് കാസർഗോഡുള്ള അബ്ദുൽ ഗഫൂർ ഹാജി എന്നുള്ള ഒരു സമ്പന്നനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് 596 പവനൊക്കെ അടിച്ചു മാറ്റി ഒരു ജിന്നുമ്മയുടെ ഒരു സംഭവം. ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോവാണ്. ഇത്രയധികം കാലങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നേരം പുലരാത്തത്? സ്വർണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും വീട്ടിൽ വന്നാൽ പരവതാനം വിരിച്ച് സ്വീകരിച്ചിട്ട് ഉള്ള കുറേ സ്വർണം കൂടി കൊടുത്തിട്ട് കുറേ സ്വർണം ഇങ്ങോട്ട് കിട്ടുന്ന ആഗ്രഹിച്ചിരിക്കുന്ന കൗമ് എന്താ അപ്പോൾ ഇതിനൊക്കെ പറയാ? ഈ വിശ്വാസത്തിന്റെ പേരിൽ തട്ടിപ്പുണ്ടല്ലോ. ആരാണ് ഇത്തരം തട്ടിപ്പുകളെ പുറത്തു കൊണ്ടുവരേണ്ടത്? ഇത്തരം തട്ടിപ്പുകളെ നമ്മുടെ ആളുകൾ തന്നെ, പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞു കൊടുക്കണം. ഇത്തരം ജിന്ന് ചികിത്സകളും ജിന്ന് തട്ടിപ്പുകളും മന്ത്രവാദങ്ങളും ഒക്കെ ഈ സമൂഹത്തിനെ അപകീർത്തിപ്പെടുത്താനും പിറകോട്ട് വലിക്കാനും ഇതുപോലെയുള്ള കൊലപാതകത്തിലേക്കും എത്തിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ളത്. കാരണം ഇത് നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. പലരും കരുതുന്നത് ഞാൻ എന്തു ചെയ്യുന്ന കാര്യം വളരെ നല്ല കാര്യം എന്നുള്ളതാണ്. ആ പാവം മനുഷ്യൻ ഒരു റമദാനിൽ എന്താ പറയുക 27 പ്രതീക്ഷിക്കുന്ന ഒരു അവസാനത്തെ 10 ഒരു വെള്ളിയാഴ്ച രാവിലാണ് അബ്ദുൽ ഗഫൂർ ഹാജി എന്ന് പേരുള്ള 54 വയസ്സുള്ള പാവ മനുഷ്യൻ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരാളാണ്. 10ഉം 15ഉം കടകൾ, ഗൾഫിൽ സൂപ്പർ മാർക്കറ്റും ഹോട്ടലുകളൊക്കെ ഉള്ള വലിയ വ്യവസായി. ആ മനുഷ്യരിങ്ങനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് ജിന്നുമ്മ എന്നുള്ള 34 വയസ്സുള്ള ഈ യുവതിയും അതിൻ്റെ ഭർത്താവും വേറെ 2-3 സഹായികളും കൂടി ചേർന്നിട്ട് ഇവര് തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ഇവരൊക്കെ പർദ്ദയും മുഖമൊക്കെ മറച്ചിട്ട് ഈ ഒരു വിശുദ്ധമായ വേഷം ഇതുപോലെയുള്ള തെമ്മാടികൾക്ക് ഉപയോഗിക്കാനുള്ളതാണോ? വിശ്വാസികളാണ് ഇതിനെതിരെ രംഗത്ത് വരേണ്ടത്. ഇവരൊക്കെ ആ ഭാഗത്ത്, കാസർഗോഡ് ഭാഗത്ത് ഒരുപാട് സമ്പന്നരായ ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. അവർക്ക് പല സംഘടനകളുടെയും പിൻബലമുണ്ട്. പല ആളുകളും, പല സയ്യിദുകളായ ആളുകളും നേതാക്കന്മാരൊക്കെ ഇവരുടെ ഭാഗത്തായിരുന്നു ആദ്യം. 2023 ഏപ്രിലാണ് ഈ പാവം ഗഫൂർ ഹാജി എന്ന് പേരുള്ള ഈ മനുഷ്യനെ വീട്ടിൽ ഈ ഒരു മരിച്ച നിലയിൽ കാണുന്നത്. കാരണം ഇയാള് നേരത്തെ ഭാര്യക്ക് സുഖമില്ലാത്ത സമയത്തൊക്കെ ഈ ജിന്നുമ്മയുടെ സഹായം തേടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ജിന്നുമ്മ വരുമ്പോഴൊക്കെയാണ് ഈ അസുഖങ്ങൾ മാറിയിരുന്നത്. അപ്പൊ ഇയാൾക്ക് ഭയങ്കര വിശ്വാസമായി. കാരണം ഈ ജിന്നുമ്മകൾ അങ്ങനെ, ഇവർക്ക് പ്രത്യേക ഏജൻസികളുണ്ട്. ഇവരെ കുറിച്ചുള്ള കറാമത്തുകൾ ഇങ്ങനെ പറഞ്ഞു നടത്തും. ജിന്നുമ്മ വന്നു കഴിഞ്ഞാൽ എല്ലാ അസുഖവും മാറ്റും. ജിന്നുമ്മ വന്നാലാണ് എത്ര പണം വേണമെങ്കിലും കിട്ടും. ഈ തട്ടിപ്പിന്റെ പിന്നിൽ പാവം ഈ ഗഫൂർ ഹാജി മാത്രമല്ല ഒരുപാട് പേര് വീണിട്ടുണ്ട്. ഈ സ്ത്രീ പണ്ടൊരു ഹണി ട്രാപ്പ് നടത്തിയിരുന്ന ഒരാളാണ്, ജയിലിൽ കിടന്നിരുന്ന ആളാണ്, പറ്റിക്കൽസാണ്. എന്നാലും നമ്മുടെ കൗമിങ്ങൾക്ക് മനസ്സിലാവൂല. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ പറയുമ്പോൾ എന്നോടൊന്നും തോന്നരുത്. സുന്നികളിലാണ് ഈ പറ്റിക്കപ്പെടലൊക്കെ കൃത്യമായിട്ട് നടക്കുന്നത്. മറ്റവർക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മോശമാണ് അല്ലെങ്കിൽ പറ്റിക്കലാണ് എന്നുള്ള ആദ്യമേ ഒരു ബോധ്യമുള്ളത് കൊണ്ട് ഇതിൽ പോയി വീഴൂല. നമ്മൾ ഈ നിഷ്കളങ്കരായ കുറെ സുന്നികളാണ് ഇതിൽ പോയി വീണ് ജീവനടക്കം പോണത്. അപ്പൊ ഈ ഗഫൂർ ഹാജിയുടെ ഭാര്യയുടെ അസുഖമൊക്കെ മാറ്റിയത് കൊണ്ട് ഭയങ്കര വിശ്വാസമായി ഈ ഒരു ജിന്നുമ്മയിൽ. ജിന്നുമ്മയുടെ കൂടെയുള്ള ജിന്നുമ്മയുടെ 2ാം ഭർത്താവും പിന്നെ അതിന് കുറെ സഹായികളായ ഇവരൊക്കെ ഭയങ്കര ഇസ്ലാമിക വേഷം ധരിച്ചാണ് ഇവരെ നടപ്പവും ഭാവവും ഒക്കെ ഉള്ളത്. അപ്പൊ വിശ്വസിക്കാണ്. ഈ പാവം എന്നിട്ട് ഈ പാവത്തിനെ മരിച്ചു കഴിഞ്ഞപ്പോൾ കുളിപ്പിക്കാനടക്കം ഈ കൊലപാതകം ഉണ്ടായിരുന്നെന്നുള്ളതാണ്. ഈ അബ്ദുൽ ഗഫൂർ ഹാജിനെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സംഭവം ഞാൻ പറയാം. ഈ റമദാനിന്റെ 27 പ്രതീക്ഷിക്കുന്ന അവസാനത്തെ 10 ഒരു വെള്ളിയാഴ്ച രാവിലെ ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞിക്കണം, എല്ലാവരും ഇവിടുന്ന് പോയിക്കോ, ഞാനൊരു ചെറിയ പരിപാടിന്, ഇവിടെ കുറച്ച് പിരിവിന് ഉസ്താദുമാർ വരും. അവർക്കറിയില്ലായിരുന്നു ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത്. മൂപ്പരോട് പറഞ്ഞേക്കണേ, സ്വർണം ഇരട്ടിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, ജിന്നുകൾ നിങ്ങൾക്ക് സ്വർണം കൊണ്ടുതരും, ആദ്യം കുറച്ച് സ്വർണ്ണങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം, അപ്പം അതിൻ്റെ ഇരട്ടി സ്വർണം കിട്ടും, അപ്പം നിങ്ങൾക്ക് ആരെയിൽ നിന്നൊക്കെ സ്വർണം കടം വാങ്ങിയിട്ട് അവർക്കൊക്കെ തിരിച്ചു കൊടുക്കാം. അങ്ങനെ ഈ മനുഷ്യൻ കഴിഞ്ഞ 3 മാസങ്ങളായിട്ട്, മരണപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള 3 മാസങ്ങളായിട്ട് ഓരോ കുടുംബക്കാരിൽ നിന്നും സ്വർണ്ണങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ട് 596 പവൻ സ്വർണം, ഒരു 4.5 കിലോ സ്വർണം. എന്നിട്ട് ഇതൊരു പെട്ടിനുള്ളിലാക്കി വെക്കും. 41 ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാംസം കഴിക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ ചില പഥ്യങ്ങളുണ്ട്. ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ജിന്നുണ്ട് കൊടുന്ന പോതറി ഒരു 10 കിലോ സ്വർണം. ഇത് വിശ്വസിച്ചിട്ട് ഈ ഗഫൂർ ഹാജി എല്ലാവരുടെ കയ്യിൽ നിന്നും, കുടുംബക്കാരെ കയ്യിൽ നിന്ന്, കാരണം വലിയ കോടീശ്വരനല്ലേ, ആര് ചോദിച്ചാലും കൊടുക്കും, യാതൊരുവിധ കള്ളത്തിൽ, നല്ലൊരു മനുഷ്യനാണ് അയാൾ. അത് നല്ലൊരാളും ഇങ്ങനത്തെ ഇതിലൊക്കെ പോയി പെടുക. ആ ഒരു മനസ്സിന്റെ ദൗർബല്യം കൊണ്ട്
എന്നിട്ട് എല്ലാവരെയും മരണപ്പെടുന്നതിന്റെ തലേ ദിവസം വരെ സ്വർണം വാങ്ങിക്കണ ഒരാളുടെ കയ്യിൽ നിന്ന് ആരെയും ക്യാഷ് ഒന്നും വാങ്ങിയില്ല. കാരണം ക്യാഷ് വേണ്ട, സ്വർണം മാത്രമേ ഇരട്ടിക്കുള്ളൂ. ഇത് വിശ്വസിപ്പിച്ചു ഈ ജിന്നുമ്മ. എന്നിട്ട് ഈ പലപ്പോഴായിട്ട് ഈ പെട്ടി വെക്കാൻ വേണ്ടി കൊടുത്ത സ്വർണം അതേറ്റ് അതെടുത്ത് ഉപയോഗിച്ചിക്കണ്. അവരെ വിചാരം ഇതൊരിക്കലും പിടിക്കപ്പെടൂല എന്ന്. പാവം ഗഫൂറാജിനോട് ഇവർ പറഞ്ഞു, ഞങ്ങൾ സ്വർണം കിട്ടണമെങ്കിൽ ബാക്കി സ്വർണ്ണം തിരിച്ചു നാളെ അവകാശികൾക്ക് കൊടുക്കാണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇന്ന് റമദാന്റെ ഈ ദിവസമാണെങ്കിൽ ഇന്ന് 25 ഇന്ന് കൃത്യമായിട്ട് ചെയ്താൽ ശരിക്കും സ്വർണം കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് തലേ ദിവസം സ്വർണം വാങ്ങി ഭാര്യനും മരുമോളിനൊക്കെ വേറെടുക്കോ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഞാൻ അത്താഴത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ വരാം, എനിക്ക് നോമ്പറക്കാനുള്ള സാധനം ഇവിടെ കൊടുന്ന് വെച്ചാൽ മതി, ആ ഭക്ഷണം കുടുംബക്കാർ കൊടുന്ന് വെച്ച് കൊടുത്ത്. അങ്ങനെ CCTV ക്യാമറ ഒക്കെ ഓഫാക്കാൻ വേണ്ടി ജിന്നുമ്മ പറഞ്ഞിരുന്നു. ജിന്നുമ്മ തന്നെയാണ് CCTV ക്യാമറ വെക്കാൻ പറഞ്ഞത്. CCTV ക്യാമറ അങ്ങനെ ലോക്കൽ ക്യാമറ വെച്ചാൽ മതി, ക്യാമറ ഒന്നും ഓണാക്കണം എന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇവരെ കള്ളത്തരങ്ങൾ കാണിക്കാൻ. കാരണം ഈ ഒരു സ്വർണ്ണം അങ്ങനെ ഇരട്ടിക്കുന്ന പ്രോസസ്സിങ് CCTV ഉണ്ടെങ്കിൽ നടക്കൂല, ജിന്നിന് പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ CCTV ഒക്കെ ഓഫ്. ഒരു മാസമായിട്ട് CCTV ഓഫാണ്. കാരണം സ്വർണ്ണം അങ്ങനെ ഇരട്ടിച്ച് വരല്ലേ. ഇതൊക്കെ പ്ലാനഡ് ആയിരുന്നു എന്നുള്ളത് പാവ മൂപ്പർക്ക് അറിയൂല. അങ്ങനെ അന്ന് വ്യാഴാഴ്ച രാത്രിയിൽ ഇവർ ജിന്നുമോടെ വന്നു. കാരണം CCTV ഒന്നും ഓണല്ല. വന്നിട്ട് ഈ സ്വർണം ഒരു പാത്രത്തിലാക്കിയിട്ട് മൂപ്പര് ചോദിച്ചു, എൻ്റെ സ്വർണ്ണം എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പ്രത്യേക വസ്ത്രം കിട്ടി മൂപ്പരെ മൂടിയിട്ട് ഇപ്പം നിങ്ങൾ കണ്ണുറന്ന സ്വർണം കിട്ടും എന്ന് പറഞ്ഞാൽ ആ പാവം അങ്ങനെ ഇരിക്കുകയാണ്. അവസാനം സ്വർണം ചോദിച്ച ദേഷ്യം. കാരണം ഈ സ്വർണ്ണങ്ങളൊക്കെ മുമ്പ് മേടിച്ചുകൊണ്ടായ 596 പവൻ തിരിച്ചു കൊടുക്കണ്ടേ. ഇവർ ഇയാളെ എടുത്തിട്ട് ഒറ്റടി ചുമരുമക്കണ്ടിടിച്ചു. ആ ഡ്രസ്സൊക്കെ കൂടി മൂടിയത് കൊണ്ട് ചുമരും അടയാളമൊന്നും വന്നില്ല. തലക്കുള്ളിൽ ക്ഷതം വന്നിട്ട് മൂപ്പരാ വീണ് മരിച്ചു. മൂപ്പര എന്നിട്ട് മകൻ്റെ ബെഡ്റൂമിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അവിടെ എടുത്തിട്ട് എന്ത് ചെയ്തു, ഇവർ മുങ്ങിയിട്ട് അന്ന് അത്താഴത്തിന് മൂപ്പര് വിളിക്കണില്ല എന്ന് കണ്ടപ്പോൾ ഭാര്യ ഇങ്ങോട്ട് വിളിച്ചു നോക്കുമ്പോൾ ഫോൺ എടുക്കണില്ല. കുടുംബക്കാരെ വിളിച്ചു നോക്കുമ്പോൾ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ല. ഈ മനുഷ്യൻ മരിച്ചെടുക്കുകയാണ്. എല്ലാവരും കരുതി അറ്റാക്കായിട്ട് മരിച്ചതാണ്, മറ്റു ഒരു പ്രശ്നമില്ല. എന്നിട്ട് ആ മയ്യത്ത് കുളിപ്പിക്കാൻ വന്നത് ഈ കൊല നടത്തിയ ക്രൂരനായ ആളാണ്, ഈ ജിന്നുമ്മയുടെ ഭർത്താവ്. ജിന്നുമ്മ ഒരു സ്റ്റൈലിഷ് ലേഡിയാണ്. നമ്മൾ ജിന്നുമ്മ നോക്കുമ്പോൾ ഇത് പ്രായമുള്ള ആളെന്ന് കരുതണ്ട. എന്നിട്ട് അതിനെ കുളിപ്പിക്കുമ്പോൾ ഈ മുറിവ് കാണുന്നുണ്ടോ നോക്കുകയാണ്. ഒന്നും കാണാനില്ല. വേഗം അധികം ആൾക്കാരൊന്നും കാണിക്കണ്ടെന്ന് പറഞ്ഞ് അവർ ജുമയ്ക്ക് മുമ്പ് തന്നെ ഖബറടക്കി 10-11 ആകുമ്പോഴേക്ക് അധികം ആൾക്കാരെ കാണിക്കും. കാരണം വെള്ളിയാഴ്ച അല്ലേ, മറ്റേ റമദാനല്ലേ, ഒരുപാട് ആ പ്രാർത്ഥനയുടെ ഫലം തന്നെയാവും. ഒരു 4 ദിവസം കഴിഞ്ഞേക്ക് ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഗഫൂർക്ക് ഞങ്ങളിലേക്കൊന്ന് കുറച്ച് സ്വർണം വാങ്ങിക്കണം, ഞങ്ങളിലേന്നും വാങ്ങിക്കണം, ഞങ്ങളിലേക്കൊന്നും വാങ്ങിക്കണം. കുറേ പേരിൽ നിന്ന് സ്വർണം വാങ്ങിക്കണം. ഇത്രയും സ്വർണം മൂപ്പർക്ക് ഇവിടെ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ വീട്ടിലെ സ്വർണം കാണാനില്ല, സ്വർണങ്ങളൊന്നും കാണാനില്ല. അങ്ങനെയാണ് മകൻ മുസമ്മിൽ മുഖ്യമന്ത്രിക്കും DGPക്കൊക്കെ പരാതി കൊടുക്കുന്നത്. ഉപ്പാൻ്റെ മരണത്തിൽ സംശയമുണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരുടെ അനുമതിയോട് കൂടിയിട്ട് ഈ ഖബറടക്കിയ മനുഷ്യനെ ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് ശേഷം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുമ്പോൾ ഞെട്ടിക്കുന്നൊരു കാര്യം, തലക്കൊരു ഭയങ്കര ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് എവിടെ എത്തണില്ല. അങ്ങനെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ക്രൈംബ്രാഞ്ചിന് വിട്ടു ഈ സാധനം. കാരണം അപ്പോഴാണ് ആളുകൾ പറഞ്ഞ് ജിന്നുമ്മ അവിടെ ഇടക്ക് വരാറുണ്ട്, ജിന്നുമ്മ ആ വീട്ടിൽ ഭയങ്കര സ്ഥാനമാണ്. അന്നാണെങ്കിൽ ജിന്നുമ്മയുടെ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ ജിന്നുമ്മ അവിടെ ഒന്നുമില്ല. കാരണം ജിന്നുമ്മ ആദ്യമേ പ്ലാൻഡ് ആയിട്ട് വേറെ വണ്ടിയിൽ ഫോട്ടോ ഇട്ട് എവിടെക്കോ വിട്ടിക്കണ്, വണ്ടിയായിട്ട് വിട്ടിക്കണ്. ഇതൊക്കെ സിനിമയെ കാണിക്കണ ഐഡിയ അല്ലേ. അപ്പോൾ കരുതുമല്ലോ ഈ ഫോണിൻ്റെ ഉടമ അങ്ങനെ പോയിക്കണമെന്നല്ലേ. ജിന്നുമ്മ അവിടെ ഉണ്ട്. പക്ഷേ ഈ ജിന്നുമ്മയുടെ പേരിൽ വണ്ടിയൊന്നുമില്ല. ജിന്നുമ്മയുടെ സഹായികളുടെ പേരിലുള്ള വണ്ടി അടവൊക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്തിക്കുക. അവർക്ക് ഭയങ്കര ആഡംബര ജീവിതം. അപ്പോഴാണ്, കാരണം ഈ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയിട്ട് പല ജ്വല്ലറികളിൽ കൊണ്ടുപോയി വിറ്റിക്കാണ്. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന സ്വർണത്തിന് ബില്ല് പോലും നോക്കാതെ വാങ്ങി കാശ് കൊടുക്കണം ജ്വല്ലറിക്ക്. അവരെ പിടിക്കേണ്ട ആദ്യം. അങ്ങനെയാണ് ഈ കേസ് അന്വേഷണം ഇങ്ങനെ നീങ്ങി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. പ്രതികൾ പറഞ്ഞു ഞങ്ങൾ പീഡിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവർ മുമ്പ് ഭയങ്കര പരാതിയൊക്കെ കൊടുത്തു, ഞങ്ങൾ ചാനലുകാർ പീഡിപ്പിക്കുകയാണ്, പോലീസുകാർ പീഡിപ്പിക്കുകയാണ്, ഞങ്ങൾ നല്ലവരാണ്, ഇവരെ തുടരുത് എന്ന് പറഞ്ഞിട്ട് പല ഫോൺ കോളുകൾ. ഇവർക്ക് വേണ്ടി സമുദായത്തിൻ്റെ പലരും രംഗത്ത് വരാൻ. കാര്യം ഇവർ മഹാന്മാരല്ലേ, മഹതികളല്ലേ. ഇത് വിശ്വസിക്കണ കുറെ കൗമിയങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒടുവിൽ ജോൺസൺ എന്ന പേരുള്ള സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥൻ കറക്റ്റായിട്ട് തെളിവുകൾ സഹിതം നിരത്തി ചോദ്യം ചെയ്തേക്ക് ഈ പെണ്ണുമ്പിള്ള സമ്മതിക്കേണ്ടി വന്നു, ഞങ്ങൾ തന്നെയാണ് കൊന്നത്, ഇന്നലെ അറസ്റ്റ് ചെയ്തു. നമുക്കൊരു പാഠമാണ്. നമ്മുടെ കയ്യിൽ കുറെ കാശുണ്ടെങ്കിൽ ഇനിയും എവിടുന്നെങ്കിലും കാശുണ്ടാക്കി തരാം, സ്വർണം ഇരട്ടിപ്പിച്ച് തരാം. ഇതുപോലത്തെ ഫ്രോഡുകൾ വരുമ്പോൾ അതിൽ പോയി വീഴലല്ല. ഹലാലായ മാർഗ്ഗം റബ്ബ് തരുന്ന, നമുക്ക് അധ്വാനം കൊണ്ട് തരുന്ന അത് മതി, അത് പോരെ നമുക്ക്. ഇതുപോലത്തെ ഫ്രോഡുകളുടെ കെണിയിൽ വീഴണം. ആ കെണിയിൽ വീണത് കൊണ്ടല്ലേ ആ മനുഷ്യന്റെ ജീവൻ പോയത്. ജിന്നില്ലാന്നല്ല ഞാൻ പറഞ്ഞത്, ജിന്നുകൾക്ക് സ്വർണം ഇരട്ടിപ്പിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്.
ഈ ജിന്ന് ഫ്രോഡ് ജിന്നിലുണ്ടല്ലോ നല്ലവരും ചീത്തോരുടെ കൂടെ ചീത്ത ജിന്നുണ്ടാവും, നല്ലവരുടെ കൂടെ നല്ല ജിന്നുള്ള നല്ല ആളുകളുണ്ട്. ഞാൻ അവരില്ലാന്നൊന്നല്ല പറയണേ. പക്ഷെ ഇതുപോലെയുള്ള ഒരു തലചുറ്റി തകിടിനൊക്കെ 15,000 റുപ്യാണ് ബില്ലിട്ടിട്ടുള്ളത്. ഒരു തലചുറ്റി തകിടിന് ആകെ 100 റുപ്യുള്ളൂ. ഈ തലചുറ്റി തകിടും അതേപോലെ 6 വലിയ തകിടുമ്മലൊക്കെ ഉള്ളത് എഴുതുന്നത്. ഇതിനാകെ കടയിൽ പോയാൽ 200-300 രൂപക്ക് കിട്ടുന്ന സാധനങ്ങൾക്ക് 15,000 രൂപ വിലയിട്ടിട്ട് ഈ പണക്കാരായ ആളുകളെ പറ്റിക്കുക. ഇതുപോലത്തെ ഫ്രോഡുകൾ പർദ്ദടാൻ സമ്മതിക്കരുത്. ഇവരെന്ത് പർദ്ദട്ടിട്ട് ഇവർ തെളിവെടുപ്പ് ആളുകൾ കൂകി വിളിക്കുക. 1.5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ആ മനുഷ്യന്റെ കൊലയാളിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരിക്കൽ പോലും ഈ കേസ് അന്വേഷണത്തിന്റെ തങ്ങളുടെ അടുത്തേക്ക് വളരെ വിശ്വാസത്തിലിരുന്നു ഈ ജിന്നുമ്മയും കൂട്ടുകാരൊക്കെ. പക്ഷേ ഇവരുടെ തമ്മിൽ ഭയങ്കര സൗഹൃദമുള്ളതൊക്കെ വീട്ടുകാർക്കായിരുന്നു. മൊബൈൽ ചാറ്റിംഗ് ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. അവസാനം ഇവർ കുറെ സ്വർണങ്ങളും കുറച്ച് ക്യാഷും ഈ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ജിന്നുമ്മയാണോ. പിന്നെ ഓരോ ഓരോ ശിങ്കടികളുടെ ഒക്കെ വണ്ടിയുടെ അടവൊക്കെ അടച്ചിക്കുക, വേഗത്തിലൊക്കെ ക്ലോസ് ചെയ്തിക്കുക, ആഡംബര ലൈഫ്. അവിടെയാണ് ഇവർക്ക് പിഴച്ചത്. കൂട്ടാളികളുടെ ഒക്കെ മൊബൈൽ ടവറുകൾ അന്ന് അവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു, ജിന്നുമ്മടെ ഉണ്ടായിരുന്നില്ല. എത്ര പ്ലാൻ ചെയ്താലും ഈ ഒരു നല്ല മനുഷ്യന് ഒരുപാട് സ്വതക്ക കൊടുത്ത ഒരാളായതുകൊണ്ട് പടച്ച റബ്ബ് അതിൻ്റെ പ്രതിഫലം ആ മനുഷ്യന് കൊടുക്കൂലെ. കുറ്റവാളികളെ കണ്ടെത്തി ഇനിയും ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ, ഇതുപോലത്തെ തട്ടിപ്പിൽ നമ്മൾ വീഴാതിരിക്കാൻ ജാഗ്രതയോടെ ശ്രദ്ധിക്കുക. അടുത്ത ഒരു ചോദ്യം, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. 32 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ഒരു ദിവസമാണ് നമ്മുടെ നാട്ടിലെ ഒരു പള്ളി അതിക്രൂരമായിട്ട് തകർക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ പള്ളിക്ക് പകരം അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കാലത്താണ് രാജ്യത്തെ ഞെട്ടിക്കുന്ന ഈ ഒരു സംഭവം അരങ്ങേറിയത്. ഏത് പള്ളിയാണ് ഇത്തരത്തിൽ തകർക്കപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. മറക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ നമ്മളിത് ഓർക്കേണ്ടത് കൂടിയുണ്ട്. ആ പള്ളിയുടെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.